അതെ, KSEBിലെ കനകനാണ്. ഏത് മത്തായി? ആ അച്ചായ, നമസ്കാരം നമസ്കാരം. എന്തുണ്ട്, സുഖാണോ? ആ ഞങ്ങളങ്ങനെ പോകുന്നു അച്ചായ. ആ ഫാസിൽ കൂടെ ഉണ്ട്, കൊടുക്കണോ? ആ എങ്ങനെയുണ്ട് ടയർ കമ്പനിയൊക്കെ? നന്നായി പോണല്ലേ? ഓ അത് ശരി അത് ശരി. അച്ഛാ ഇപ്പൊ മൂന്നാറിലാണ്. ഓക്കെ. ആ ഒരാഴ്ച കഴിഞ്ഞാ തിരിച്ചു പോകും, ഗൾഫിൽ പോകും. ഓ അത് ശരി. അല്ല ചായ, അതിപ്പോ അന്ന് വരണോന്ന് ചോദിച്ചപ്പോ ഞാൻ ചുമ്മാ മൂളിയെന്നേ ഉള്ളൂ. ആ അതിപ്പോ ഒരാഴ്ചയുടെ അങ്ങോട്ട് വരല് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല ചായ. ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, വരുന്നുണ്ടെങ്കിൽ വിളിക്കാം. ആ ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആരാണ്? നീ ആരാന്ന് വിചാരിച്ചാ കൈ നീട്ടി വന്നത്? അല്ല, എന്റെ പേരൊക്കെ പറഞ്ഞല്ല. എടാ ഇത് നമ്മുടെ അച്ചായനാണ്. ഏതച്ചായൻ? നമ്മളെന്നാ കണക്ഷൻ കൊടുത്തില്ലേ? ഏത്? ആ 3 ഫേസ് കൊടുത്തത്. മനസ്സിലായി. എന്നാലും പുള്ളി നമ്മളെ മറന്നില്ലല്ലോ. എന്താ പറഞ്ഞാള്? പുള്ളി മൂന്നാറിൽ റിസോർട്ടിലുണ്ട്, നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ. എന്നിട്ട് 2-3 ദിവസം അവിടെ നിന്ന് ആഘോഷിച്ചിട്ടൊക്കെ പോയാ മതി. പോയാലോ നമുക്ക്? എങ്ങനെ പോവും? എന്ത് ബസ്സിന് പോണം? എന്നാ പിന്നെ ഫാമിലിയും കൂട്ടി അങ്ങ് പോയാലോ? അയ്യോ, എന്നാ പിന്നെ ഇവിടെ തന്നെ നിന്നാ പോരെ? എന്റെ കനക 2-3 ദിവസം നമുക്ക് പോയിട്ട് അടിച്ച് പൊളിക്കാന്ന്. എത്ര നാളാണ് ഈ വീട്ടിൽ തന്നെ നിക്കണത്? മടുക്കണേ മനുഷ്യന്. നമുക്ക് പോകാന്നേ. പക്ഷെ വീട്ടിലിപ്പോ ജമന്തി അമ്മയൊന്നും ഇല്ലാതെ എങ്ങനെ പോകൂടാ? അവരോട് എന്തെങ്കിലും നുണ പറഞ്ഞ് സമ്മതിപ്പിച്ചാ പോരെ? ആ നുണ പറഞ്ഞ അവര് പെട്ടെന്ന് പിടിക്കൂലേ? ആ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നിനക്ക് പിന്നെ അത് പറഞ്ഞ ശീലമുണ്ടല്ലോ. അത് നുണയെപ്പോലെ അതിന്റെ മാതിരൊക്കെ പറയണം, അപ്പൊ അവര് സമ്മതിക്കും. ആ ജമന്തി എന്തെങ്കിലും പറഞ്ഞു വീഴ്ത്താ, അമ്മയുടെ കാര്യമാണ്, അത് ഒരു നിലയ്ക്ക് എടുക്കൂല. ആ അതിന് ഐഡിയ ഉണ്ട് കനക. നമുക്കേ മറ്റേ മൂലമറ്റത്ത് ട്രെയിനിങ് ഇല്ലേ KSEBിടെ, അതിനൊന്നും പറഞ്ഞു പോയാലോ? ട്രെയിനിങ് ആയില്ലല്ലോ. അത് ശരിക്കും ട്രെയിനിങ്. നമുക്ക് ആ ട്രെയിനിങ്ങിന്റെ പേരും പറഞ്ഞിട്ട് മൂന്നാർ പോവാന്ന്. ആണോ? പിന്നെ അത് സമ്മതിക്കും. ജോലിയുടെ കാര്യം എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ സമ്മതിക്കും. ട്രെയിനിങ്ങിനാന്നും പറഞ്ഞിട്ട് നമുക്ക് പോവാ. അത് എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും? അത് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് അവതരിപ്പിക്കണം. ആണോ? എന്നാലും ഈ ജമന്തിനെ അമ്മയെ നമ്മൾ എന്ത് പറഞ്ഞ് സമ്മതിപ്പിക്കണം? നിങ്ങൾ ഇതുവരെ പോയില്ലേ? പോണ്ടേന്ന് ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇനി ആലോചിച്ച് തീർന്നില്ല. ഇപ്പോഴല്ലേ മത്തായിച്ചൻ വിളിച്ചത്? ഏത് മത്തായിച്ചൻ? നമ്മുടെ മത്തായിച്ചൻ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഓരോരുത്തരെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞോണ്ടിരിക്കണേ. എനിക്ക് ഉത്തരം പറഞ്ഞ് വയ്യ. ഒന്ന് വേഗം പോകാനാകാ. വന്ന് കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം ജോലിയിൽ. രാവിലെ ആകുമ്പോൾ 2 കൂടെ ഇറങ്ങിക്കോളൂ, കുടുംബകാര്യം പറഞ്ഞോണ്ട്. നമ്മളെ പറഞ്ഞു വിട്ടട്ടെ, ഫുക്രിയാക്കാനാണ് ഫുക്രി. ഞങ്ങള് 2-3 ദിവസം ലീവ് എടുക്കാൻ പോവാടാ. നീ എന്ത് ചെയ്യും? ലീവ് എടുക്കല്ലേ? പിന്നെ എടുക്കല്ലേ. ആ അപ്പൊ മൂന്നാർ ഊണെന്ന് പറഞ്ഞ ഒറ്റ ഇരിപ്പിന് ഇടങ്ങഴിയരിയുടെ ചോറ് തിന്നുമായിരുന്നു അങ്ങേര്. പച്ചക്കുരുമുളകിട്ട് പറ്റിച്ച പത്തിക്കറി എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ജീവനായിരുന്നു. പിന്നെ അങ്ങേരുടെ ഇഷ്ടം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. 2 മിനിറ്റ് കിട്ടിയാ മതി, അപ്പൊ തുടങ്ങും ഭർത്താവിനെ പോകട്ടെ. അല്ല, കനകനല്ലയോ വരുന്നത്? ആണല്ലോ. ഞാൻ പറയൂല, നീ പറഞ്ഞോട്ടാ. ഞാൻ പറഞ്ഞോളാം, നീ നടക്ക്. ഏട്ടൻ എന്താ നേരത്തെ വന്നേ? ആ ഇരിക്ക്. എന്താ ഏട്ടാ, എന്ത് മുഖം ഇങ്ങനെ ഇരിക്കണം? എന്തേലും വയ്യായ്ക ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ നിന്റെ മുഖം എന്താടാ വീർത്തിരിക്കുന്നല്ലോ? എന്താ ഓഫീസിലൊരു വിഷയം ഉണ്ടായ വെച്ചേ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വിഷയമാണത്. ആരെങ്കിലും തല്ലിയോ? എന്താടാ നിന്നെ ആരെങ്കിലും തല്ലിയോ? ഓ എന്നെ ആരും തല്ലിയില്ല അമ്മ. പിന്നെ പിന്നെന്താ, കുറെ വിവരമില്ലാത്തവന്മാർ അവിടെ മൂന്നാറിൽ ക്യാമ്പ് വെച്ചിരിക്കുകയാണ്. മൂലമറ്റത്തോ മൂന്നാറിൽ എവിടെ ക്യാമ്പ്? അത് ഞാനും ഫാസിലും പോണമെന്ന്. ഞാൻ പോകുന്നില്ല. പോവായിരുന്നല്ലോ. എങ്ങനെ നമുക്ക് ജീവിക്കേണ്ട ഒരു ജോലിയുടെ കാര്യമല്ലോ. അത്രയല്ലേ ഉള്ളു ഏട്ടാ. അത്രയല്ലോ. നീ എന്താണ് ഈ പറയണത്? നിങ്ങൾ 2 പേരും ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ സമാധാനത്തോടു കൂടി ട്രെയിനിങ്ങിന് പോകും?
കനക നമ്മുടെ എ ഓഫീസിലെ സുരേന്ദ്രന്റെ ജോലി പോയ എങ്ങനെയാന്ന് നിനക്കറിയാലോ? എങ്ങനെയാണ്? ഇതുപോലത്തെ ഒരു ട്രെയിനിങ്ങിന് പങ്കെടുക്കാഞ്ഞോണ്ടാണ്. പോയില്ലേ പണി പോവും. ഏട്ടാ ജോലി പോണ കാര്യാണ്. ഏട്ടൻ പോയിട്ട് വന്നാ മതി. ദേ, ഒരു ജോലി കളയാൻ എളുപ്പമാണ്, കിട്ടാനാണ് പാട്. അത് നിനക്ക് ഓർമ്മ വേണം. ആ അത് തന്നെ. ഏട്ടൻ പോയേ പറ്റൂ. അത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല. അയ്യോ എന്താ ഏട്ടാ ഇങ്ങനെ പറയണേ? ഞാൻ പോകുന്നില്ല. അത് തന്നെ, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കാര്യം ആരും നോക്കും? അമ്മയ്ക്ക് മരുന്ന് എടുത്ത് കൊടുക്കണ്ടേ? അതുകൊള്ളോ, അമ്മയ്ക്ക് എന്നും മരുന്ന് കൊടുക്കുന്ന ഞാനല്ലേ? ഞാൻ എടുത്ത് കൊടുക്കാറില്ലേ? അല്ല, ഏട്ടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന്. നോക്കിക്കൊള്ളും. ദേ ഇങ്ങനെ വാശി പിടിക്കല്ലേ. അഥവാ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞേക്കാം, പോരെ? എന്താണ് നീ പറഞ്ഞത്? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്താ? അത് കാത്തിരിക്കുകയാണ് നീ. എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ. അതല്ല അമ്മ, ഞാൻ ഏട്ടനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഏട്ടനെ സമാധാനിപ്പിക്കാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നാണ് എന്റെ കനക നീ പോകാന്ന് പറ, വെറുതെ അവരെ തല്ലുപിടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. ഏട്ടൻ പോയിട്ട് വന്നാ മതി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പോകുന്നില്ല. അയ്യോ എന്റെ പൊന്നുമോനെ, ഇല്ല ഇല്ല, അത് ശരിയാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മൂന്നൂർക്കും കൂടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കാം അവിടെ. അത് ശരിയാണല്ലോ. നമുക്ക് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജമന്തി അമ്മയും കൂടെ കൊണ്ടുപോകാം. അതല്ലയോ? എന്ത് വർത്താനോട് കനക നീ പറയണത്? എന്തേ? 3 വീട് വാടക എടുക്കാനാ? മൂന്നാറാണോ? അല്ല, മൂലമറ്റത്ത്. 3 വഴിയല്ല നമ്മള് മൂലമറ്റത്തേക്ക് പോണത്. ആകെ 3 ദിവസവും നമുക്ക് ക്യാമ്പുള്ളൂ. വീടൊക്കെ കിട്ടി വരുമ്പോഴേക്കും 5-10 ദിവസം എടുക്കൂലേ? അതൊന്നും നടക്കൂല. അത് നീ പൊയ്ക്കോന്ന് പറഞ്ഞല്ല അവര്. ആ ശരിയാണ് ഏട്ടാ, ആകെ 3 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. ഒന്ന് പോയിട്ട് വാ. നീ പോയിട്ട് വാ. അമ്മ, അവിടെ ഭയങ്കര തണുപ്പാണെന്ന്. ആ തണുപ്പിനെങ്ങാനും ചെന്നപ്പെട്ട ആള് പൊട്ടി ചത്തുപോകും. അല്ല, ഈ തണുപ്പിനുള്ള ആ സ്വെറ്റർ ഞാൻ തന്നിടാം. വേണ്ട ജമന്തി, അതൊക്കെ മത്തായിച്ചാറിന്റെ അടുത്തുണ്ടെന്നേ. അല്ല, സെറ്റർ മത്തായിച്ചാറിന്റെ കടയിൽ നിന്ന് മേടിച്ചൂടെ? കാശ് കൊടുത്ത് പോണ വഴിയൊക്കെ പിന്നെ ഇവിടെ നിന്ന് ചോന്നുകൊണ്ട് പോകും. എന്തിനാ വെറുതെ കാശ് കളയണം? ഇവിടെ ഇരിക്കല്ലേ. ഞാൻ ഏട്ടൻ അതൊക്കെ ബാഗിലാക്കി തന്നു വിടാം, പോരെ? അതെ, സമ്മതിച്ചോ? നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്നല്ലേ, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അതിന് ഇങ്ങനെ മുഖം വെച്ച് പോയാൽ എങ്ങനെ ഏട്ടാ? നമ്മള് വീട്ടില് ഭാര്യയെ അമ്മയൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോത്ത് പണിയണ പോലെ പുറത്തു പോയിട്ട് അങ്ങനെ പണിയ. നമ്മുടെ വിധിയാണ് കനക, അനുഭവിക്കുക തന്നെ. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ പോണ്ട. അന്നൊന്നും അത് പറ്റില്ല. എന്തായാലും പോണം. എന്നാ പോ. ക്യാമ്പിന് പോണ്ടി വരുമല്ലോ. എന്റെ പൊന്നാര കനക, നീരിട്ടൊന്ന് വിലകല്ലേ. അവര് സമ്മതിച്ചല്ല. ഞാനപ്പ രാവിലെ വരും, നമുക്ക് രാവിലെ പുറപ്പെടണം. ആ ശരി, ഇനി ഒന്നും പറയണ്ട. ഏട്ടനെ ഞാൻ റെഡിയാക്കി ഓ, നിർത്തിയേക്കാം. അത് മതി. ഞാൻ രാവിലെ വണ്ടിയായിട്ട് വരാം. ശരി. ഇനി ഈ വിഷയം ഇവിടെ സംസാരിക്കണ്ട കേട്ടോ. ഇല്ല നിർത്തി. ഞാൻ നാളെ ഇവിടെ വരും കേട്ടോ. ശരി.